ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഇടിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇടിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. മുമ്പ് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് പറഞ്ഞോട്ട് മാവ് നമുക്ക് ആ സേവനാടിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ ഈ രീതി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കപ്പ് കണക്കിനൊന്നും പറയുന്നില്ല, നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊൻകതിറിൻ്റെ ഇടിയപ്പപ്പൊടി എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഞാനിപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് തിളച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈ മിക്സ് ചെയ്യുന്ന സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതാണ്, വളരെ നല്ല ഈസി ആയിട്ട് നമുക്കത് മിക്സ് ചെയ്ത് നന്നായിട്ടത് കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണിട്ടോ ഫോർക്കിട്ടോ ഒക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഇത്ര കപ്പിന് ഇത്ര വെള്ളം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ശരിയാവാറില്ല. എനിക്കത് ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കിതിപ്പം കറക്റ്റായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് കണ്ടോ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് തിളച്ച വെള്ളമായതുകൊണ്ട് ആദ്യം നമുക്ക് എന്തായാലും കൈയിട്ട് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ട് ഇളക്കാൻ പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവാകുമ്പം നമ്മൾ അടച്ചങ്ങ് വെച്ചാൽ മതി. കാരണം ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ടില്ലേ ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് വൃത്തിയായിട്ട് കൈ കൊണ്ട് തേച്ച് കുഴച്ച് കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് ആ ഇടിയപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറാതെ അതിൽ കൈ ഇടാൻ പറ്റില്ലല്ലോ. ഇതിപ്പം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴും ഇത് മാവിന് നല്ലൊരു മയം വരുവേ. അപ്പോൾ ഇത് ശരിക്കും ആറിയിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും പോകാനുള്ള സമയമായതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ആറുന്നതിന് മുന്നേ എടുത്തങ്ങ് കുഴച്ചതാണ്. സാധാരണ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ആറിയിട്ടേ എടുക്കാറുള്ളൂ. ഇതെനിക്ക് കൈ പൊള്ളുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പറയില്ല, നന്നായിട്ട് കുഴയ്ക്കുമ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നതെന്ന്. സെയിം പോലെ തന്നെയാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെയും കേട്ടോ. ആ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, നമ്മളത് പിഴിയുമ്പം വളരെ സ്മൂത്തായിട്ട് വരുന്നതും. ഇടിയപ്പം നല്ല പൂ പോലുള്ള ഇടിയപ്പം എന്ന് പറയാം. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇടിച്ച് നല്ല കുഴച്ചെടുക്കണം. നല്ല ഇടിച്ചൊന്ന് പദം വരുത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ പൊടിയിലുണ്ടല്ലോ ഒട്ടും തരി ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ലെവലേഷൻ തരി ഇല്ലാത്ത പൊടിയാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒട്ടും തരി ഇല്ലാത്ത പൊടി നോക്കിയെടുത്ത് ഇതുപോലെ നല്ലോണം തേച്ച് കുഴച്ച് ഇടിച്ച് ഒക്കെ ഒന്ന് വെക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കൈക്ക് പറ്റുന്ന രീതിയിലാണ് ഞാനത് ഇടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പം തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് എപ്പോഴും ഇടിയപ്പം പിഴിയുന്നത്. കൂട്ടത്തിൽ ഇതിപ്പോൾ ഇന്ന് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇതിന് മുമ്പിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുട്ടക്കറി കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പം ആ മുട്ടക്കറിയാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് പോയി നോക്കിയാൽ മതിയേ. അപ്പോൾ ഇതുപോലെ സേവനാഴിയിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇടിയപ്പം പിഴിയുമ്പോൾ ഉണ്ടല്ലോ വളരെ സ്മൂത്തായിട്ട് സംഭവം താഴേക്ക് വരും. ഞാനിപ്പോൾ ഇത് പിഴിയുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര സ്മൂത്തായിട്ടാണ് വരുന്നതെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2 പേരുടെ ഹെൽപ്പിലൊക്കെ ആയിരുന്നു ഇടിയപ്പം പിഴിയുന്നത്. എനിക്ക് അത്രയും ആ ഒരു ബലമൊന്നും എനിക്ക് എൻ്റെ കൈക്ക് കൊടുക്കാൻ പാടാണ്. എനിക്ക് വിരലിൻ്റെ ഒക്കെ ഒരു ഇത്തിരി പാടുള്ളതുകൊണ്ട് പാടാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഒരാളുടെ പോലും ഹെൽപ്പില്ലാതെ ഞാൻ ഇങ്ങനെ മാവ് എടുക്കുമ്പം എനിക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇടിയപ്പം നമ്മൾ അത് വാങ്ങിക്കഴിയുമ്പോഴുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഈ രീതി ചെയ്താൽ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ തന്നെ ആദ്യം തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ പരുവം ആ മാവിൽ വരുന്നത് മനസ്സിലാവും. വെള്ളം കൂടിപ്പോയാലും ഇടിയപ്പം ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് ആ ഒരു മാവിൻ്റെ പരുവം ഞാനിപ്പോൾ ആദ്യം വീഡിയോ കാണിച്ച പോലെ തന്നെ ആ ഒരു പരുവത്തിലാവുമ്പോൾ നിർത്തിയിട്ട് നല്ലോണം കുഴച്ച് ഇടിച്ച് എടുക്കുക. ഇടിയപ്പം എനിക്കത് ആ മാവ് ഇടിക്കുമ്പോൾ തോന്നാറുണ്ട് ഇടിയപ്പം ഇതിന് പേര് വന്നത് അങ്ങനെയാണോ എന്ന് പോലും. അപ്പോൾ ഇതുപോലൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ഇടിയപ്പം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ കണ്ടോ, നല്ല ഇടിയപ്പമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോന്നറിയില്ല. അപ്പോൾ ഇത് മുട്ടക്കറി സ്റ്റൂ ഒക്കെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ലവ് യു ഓൾ.